ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ കറന്റ് എനർജി അല്ലെങ്കിൽ കറന്റ് സിറ്റുവേഷൻ, കറന്റ് ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ്. അവർക്ക് എന്തെങ്കിലും രീതിയിലൊക്കെ ഇപ്പോൾ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? എന്താണ് അവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ? അവരുടെ തോട്ട്സ് എന്തൊക്കെയാണ്? ഇപ്പോൾ അവരുടെ മനസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ അതൊക്കെ എന്താണ്? ഇതാണ് നമ്മളിപ്പോൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങൾ, ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിലെ പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഓക്കെ, അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോട്ട് റീഡറിൽ നിന്നും നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. അതിലൂടെ നിങ്ങൾക്ക് ലൈഫിന്റെ ഒരു നല്ല ക്ലാരിറ്റി ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ അത് നിങ്ങൾക്കൊരു നല്ല ഗൈഡൻസ് നൽകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് പൂർണ്ണമായും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് വീഡിയോ മുഴുവനായി തന്നെ കാണുവാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇതിലെ പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് അട്രാക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. അതോടൊപ്പം നിങ്ങളൊന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുക്കുക. നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക, അവരുടെ പേര് റിപ്പീറ്റ് ചെയ്ത് പറയുക. നിങ്ങളും ആ ഒരു പേഴ്സണുമായിട്ടുള്ള ഒരുമിച്ചുള്ള ഒരു നല്ല നല്ല മൊമെന്റ്സ് അതെല്ലാം തന്നെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് ഓർത്തുകൊണ്ടേയിരിക്കുക. ആ ഒരു സന്തോഷത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഇന്ന് ഓൾറെഡി സ്പ്രെഡ് എടുത്തിട്ടാണ് റീഡിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോ സ്പ്രെഡ് ആയിട്ട് തന്നെ പറയാം. ഓക്കെ, നമുക്ക് ആദ്യമേ തന്നെ വന്നിരിക്കുന്നത് ഏസ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ട് ആലോചിച്ചു തുടങ്ങിയിരിക്കുന്നതായിട്ടാണ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അവർക്ക് ഈ ഒരു സമയത്ത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇപ്പോൾ നിങ്ങൾ മാറി നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനോ അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷനോ അതുപോലെ ഒരു ലോങ് ഡിസ്റ്റൻസ് എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങളിപ്പോൾ എന്തെങ്കിലും രീതിയിൽ ഒരു പിണക്കത്തിൽ നിൽക്കുന്ന സമയമാണ്, നിങ്ങൾ തമ്മിൽ ഒരു നോ കോണ്ടാക്ട് ആണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ഒരു ജീവിതത്തിന്റെ ഒരു പുതിയ തുടക്കം നല്ല രീതിക്ക് തന്നെ എല്ലാ രീതികളും ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ സോൾവ് ചെയ്തിട്ട് നിങ്ങളുമായിട്ട് ഒരു ന്യൂ ബിഗിനിങ്, ഒരു പുതിയ സ്റ്റാർട്ടിങ് വേണം, ആ ഒരു ജീവിതത്തിന്റെ കാര്യത്തിൽ ഒരു പുതിയ തുടക്കം വേണം എന്ന് തന്നെയാണ് നിങ്ങളുടെ വ്യക്തി ഈ ഒരു സമയത്ത് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നത്. കാരണം എന്തുകൊണ്ടാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തി അവരുടെ ആത്മാവ് പോലെയാണ് എന്ന് കാണുന്നത്. ഓക്കെ, അവരുടെ ഒരു സോൾ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. അപ്പൊ നിങ്ങളില്ലാതെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രസൻസ് ഇല്ലാതെ അവർക്ക് അവരുടെ ലൈഫിനെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കില്ല. ഈ ഒരു തിരിച്ചറിവ് നിങ്ങളുടെ വ്യക്തികൾക്ക് ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അവർക്ക് അതൊരു പൂർണ്ണമായിട്ടും ആ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനായിട്ട് അവർ ഈ ഒരു സമയത്ത് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർക്ക് പല രീതിയിൽ അവരുടെ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു ബാലൻസിങ് ഇല്ലാതെ നിന്നിരുന്ന ഒരു സമയമായിരുന്നു. എപ്പോഴും ഓരോ തീരുമാനങ്ങൾ പറയുകയും അതിൽ നിന്ന് എപ്പോഴും വ്യതിചലിച്ച് മാറിക്കൊണ്ട് നിൽക്കുന്ന ഒരു രീതിയായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അവർ അവരുടെ ഇമോഷൻസിനെ എല്ലാം തന്നെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർക്കിപ്പോൾ അറിയാം ഏത് കാര്യങ്ങളാണ് സംസാരിക്കേണ്ടത്, എവിടെയാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ട് ഭംഗിയായിട്ട് കൊണ്ടുപോകേണ്ടത്. ഈ ഒരു കാര്യങ്ങളിലെല്ലാം തന്നെ അവർക്കൊരു ക്ലാരിറ്റി വന്നിട്ടുണ്ട്. അതായത് രാത്രി ഏത് പകൽ ഏത് എന്നുള്ളൊരു കറക്റ്റ് തിരിച്ചറിവ് അവർക്ക് വന്നിട്ടുണ്ട്. അവരൊരു മെച്യൂർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവരൊരു ഇമ്മച്വർ പേഴ്സൺ ആയിട്ട് ഇതുവരെ നിങ്ങളുടെ മുന്നിൽ നിന്നിരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ടൊരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് അവർ മാറിയ ആ ഒരു സമയത്ത് അവർക്ക് ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും അവരുടെ ഒരു ഇമോഷണലി ഉള്ള കാര്യങ്ങൾക്ക്. അവരുടെ ഇമോഷൻസിനെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ അവർ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കൊരു ക്ലാരിറ്റി ആ ഒരു കാര്യത്തിൽ വ്യക്തത ലഭിച്ചിട്ടുണ്ട് എന്നാണ് കാണുന്നത്. ഈ സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് എത്രയും വേഗം നിങ്ങളെ ഒന്ന് കണ്ടുമുട്ടണം എന്ന് തന്നെയാണ് അവരുടെ മനസ്സിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളും ആ ഒരു പേഴ്സണുമായിട്ട് ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ഒരുപക്ഷെ ആ ഒരു വ്യക്തി തന്നെയായിരിക്കും നിങ്ങളെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. ദേഷ്യം എന്തെങ്കിലുമൊക്കെ വന്ന ഒരു വഴക്കിന്റെ ടൈമിൽ.
അതെന്ത് തന്നെയാണെങ്കിലും ആ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ നേരിട്ടൊന്ന് കാണണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഏറ്റവും കൂടുതലായിട്ട് അവരുടെ മനസ്സിലുള്ളത് നിങ്ങളെ നേരിട്ട് കണ്ട് നിങ്ങളോട് സംസാരിക്കണം എന്ന് തന്നെയാണ്. അവരുടെ മനസ്സിലുള്ള ആ ഒരു കറകളെല്ലാം തന്നെ ഈ ഒരു സമയത്ത് കഴുകി പോയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു പരിശുദ്ധമായ ഒരു അവസ്ഥയിലേക്ക് അവരുടെ മനസ്സ് വന്നുകൊണ്ടിരിക്കുന്നു. ഒരു പരിവർത്തനം അവരിൽ വന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവരിപ്പോ നിങ്ങളുടെ ഓർമ്മയിലാണ് മുന്നോട്ടേക്ക് പോകുന്നത്. മറ്റൊരു വ്യക്തികൾക്കും ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ സ്വാധീനിക്കാൻ സാധിക്കുന്നില്ല. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു മനോഭാവത്തിലെല്ലാം പൂർണ്ണമായിട്ടും ഒരു മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. അവരുടെ കാഴ്ചപ്പാടുകൾക്കെല്ലാം ഒരു വ്യക്തത കൈവന്നു തുടങ്ങിയിട്ടുണ്ടെന്നാണ് കാണുന്നത്. അവർ ഇതുവരെ ജീവിതത്തിനെ ഈ രീതിയിലാണ് നോക്കിക്കൊണ്ടിരുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അവർ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നേരെ തിരിച്ചും ചിന്തിക്കാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്നു. ജീവിതം എന്ന് പറയുന്നത് ഒരു കുട്ടിക്കളി അല്ല എന്നും ജീവിതത്തിനെ വളരെ സീരിയസ് ആയിട്ട് കാണേണ്ട സമയത്ത് അങ്ങനെ തന്നെ കണ്ടാൽ മാത്രമേ അതിലൊരു സക്സസ് ഉണ്ടാവുകയുള്ളൂ. ഈ ഒരു കാര്യം നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ പൂർണ്ണമായിട്ടും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജീവിതത്തിൽ എല്ലാവരും ഒരുമിച്ച് ഉണ്ടാകുന്ന അല്ലെങ്കിൽ കൂടെ ഉണ്ടാകുന്ന എല്ലാ വ്യക്തികളും എല്ലാ സന്ദർഭത്തിലും കൂടെ ഉണ്ടാവുകയില്ല. ആരൊക്കെ കൂടെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ പോലും നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു വ്യക്തത കൈവന്ന് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പേഴ്സൺ അവരുടെ യഥാർത്ഥമായ ഒരു സ്നേഹം, ആ ഒരു വൈകാരികമായിട്ടുള്ള എനർജി, അവർക്കൊരു പൂർണ്ണമായ പരിവർത്തനം നടന്നിട്ട് ആ ഒരു വൈകാരികമായിട്ടുള്ള എനർജിയുടെ ആ ഒരു ബ്രൈറ്റ്നെസ് തിരിച്ചറിഞ്ഞ് അതിന്റെ ഒരു പവർ എത്രത്തോളമാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞ്, അതായത് നിങ്ങളുടെ ആ ഒരു സ്നേഹം എത്രത്തോളം വാല്യബിൾ ആണ് അല്ലെങ്കിൽ അതിന് എത്രത്തോളം ഒരു പവർ ഉണ്ട് എന്നുള്ളത് നിങ്ങളുടെ പേഴ്സണ് ഈ ഒരു സമയത്ത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത്. ഓക്കെ, സ്നേഹത്തിന്റെ ഒരു വാല്യൂ അവർക്ക് മനസ്സിലായിരിക്കുന്നു എന്ന് സാരം. ഇതുവരെ അവർക്ക് അതിനൊരു വാല്യൂ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ പരിചയപ്പെട്ട ആ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയപ്പോഴൊക്കെ അവർക്ക് അതിനൊരു വാല്യൂ ഉണ്ടായി. പക്ഷെ പോകെ പോകെ നിങ്ങൾ എപ്പോഴും അവർക്ക് ഒരു അവൈലബിൾ ആകുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് വന്നപ്പോൾ നിങ്ങൾ അവർ വലിയ ഗൗനിച്ചില്ല. എന്നാൽ നിങ്ങൾ ഇപ്പോൾ ആ ഒരു പേഴ്സണുമായിട്ട് മാറി നിന്ന സമയത്ത് അവർക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായതിന്റെ വെളിച്ചത്തിൽ അവർക്ക് നിങ്ങളുടെ സ്നേഹത്തിന്റെ ആ ഒരു ഡെപ്ത്, അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിന്റെ ആ ഒരു പവർ, ഇതെല്ലാം ആ ഒരു പേഴ്സണ് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ തിരിച്ച് മാനിഫെസ്റ്റ് ചെയ്യുന്നു. ഇതുവരെ നിങ്ങളാണ് അവരെ മാനിഫെസ്റ്റ് ചെയ്തിരുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നു. നിങ്ങളെ അവരിലേക്ക് അട്രാക്ട് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം അവർ ചെയ്തു തുടങ്ങിയിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ഒരു പേഴ്സൺ ഏസ് ഓഫ് wands ആണ് വന്നിരിക്കുന്നത്. നിങ്ങളിലേക്ക് ഒരു സ്റ്റാർട്ടിങ്, ഒരു കമ്മ്യൂണിക്കേഷൻ അവർക്ക് നേരിട്ട് കാണണം എന്ന് തന്നെയാണ് അവരുടെ മനസ്സിലുള്ള ആഗ്രഹം. പക്ഷേ ഒരു കമ്മ്യൂണിക്കേഷൻ ആയിട്ടെങ്കിലും നിങ്ങളിലേക്ക് ഒരു സ്റ്റാർട്ടിങ് വെക്കണം, അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം. ഇതിനെക്കുറിച്ചൊക്കെയാണ് ആ ഒരു പേഴ്സൺ ഈ ഒരു സമയത്ത് ഗാഢമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ചിന്തകളിലെല്ലാം തന്നെ നിങ്ങളിലേക്ക് എങ്ങനെ എത്താൻ സാധിക്കും, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എങ്ങനെയാണ് ഒരു പുതിയ തുടക്കം കുറിക്കാൻ സാധിക്കുക, എങ്ങനെയാണ് നിങ്ങളെ കൺവിൻസ് ചെയ്യേണ്ടത്, ഈ ഒരു ചിന്തകളിലേക്കാണ് ആ ഒരു പേഴ്സൺ ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്നതായിട്ട് നമുക്ക് കാണുന്നത്. നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് കുറച്ചധികം സെൽഫിഷ് ആയിട്ടുള്ള ഒരു വ്യക്തികളെയാണ് കാണാൻ സാധിക്കുന്നത്. അവർ അവരുടെ കാര്യങ്ങളിലൊന്നും തന്നെ ഒരുപാട് കാര്യങ്ങളിലേക്കൊന്നും നിങ്ങളെ അടുപ്പിക്കുകയോ അതുപോലെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് തുറന്നു പറയുകയോ ഒന്നും ചെയ്തിരുന്ന ഒരു വ്യക്തിയല്ല എന്നാണ് നമുക്കിവിടെ കാണുന്നത്. എന്നാൽ ഈ ഒരു സമയത്ത് അവർക്കൊരു ഷെയറിംഗ് മെന്റാലിറ്റി കൂടി അവരിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു സമയത്ത് അവർ എല്ലാ കാര്യങ്ങളും അവരുടെ ജീവിതത്തിലെ എല്ലാവിധ കാര്യങ്ങളും ഷെയർ ചെയ്യാനായിട്ട് ഒരു പേഴ്സൺ വേണം. ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളായതുകൊണ്ട് തന്നെയാണ് ആ ഒരു പേഴ്സൺ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. കാരണം അവർ നിങ്ങളെ കാണുന്നത് എന്ന് പറയുന്നത് ഒരു സോൾ കണക്ഷൻ ആയിട്ട് തന്നെയാണ് കാണുന്നത്. ഓക്കെ, ലവേഴ്സ് ആണ് നമുക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇനി ഒരു പൂർണ്ണത വേണം. ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ലവേഴ്സിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ ഒരു പാർട്ട്ണറിനേക്കാൾ കൂടുതൽ നിങ്ങൾക്കിടയിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിങ് കൂടെ വേണം. എന്ത് കാര്യവും നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണം എന്നൊക്കെയാണ് അവരുടെ മൈൻഡിൽ ഇപ്പോൾ നടക്കുന്ന തോട്ട്സ്. ഓക്കെ, അവർക്ക് അത്രത്തോളം ഒരു ചേഞ്ചസ് പല കാര്യങ്ങൾ കൊണ്ട് വന്നിട്ടുണ്ട്. പലപ്പോഴും അവർ അവരുടെ ജീവിതത്തിൽ ഒറ്റക്കായി പോയിട്ടുണ്ട്. നിങ്ങൾ നിന്ന് മാറി നിന്ന സമയത്ത് ആ ഒറ്റക്കായി ഇരിക്കുന്ന സമയത്താണ് അവർ നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിച്ചത്. ഓക്കെ, അവരുടെ കൂടെ ഉണ്ടായ ഒരു വ്യക്തികളെല്ലാം തന്നെ എല്ലാവരും നല്ലതല്ല എന്നൊരു തിരിച്ചറിവ് അവർക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവര് കളഞ്ഞിട്ട് പോകേണ്ട സിറ്റുവേഷൻസ് എല്ലാം ലെറ്റിംഗ് ഗോ ആണ് വന്നിരിക്കുന്നത്. അവർ ഉപേക്ഷിക്കേണ്ട സിറ്റുവേഷൻസ് എല്ലാം തന്നെ അവർ ഉപേക്ഷിച്ച് മുന്നോട്ടേക്ക് പോകുന്നു. ഓക്കെ, നെഗറ്റീവ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ഇനി അവരുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇനി അവരുടെ ജീവിതത്തിൽ ഉണ്ടാകൂ എന്നുള്ള ഒരു ഡിസിഷൻ അവർ എടുത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്.
അതുകൊണ്ട് തന്നെ നെഗറ്റീവ്സ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവരവരുടെ ലൈഫിൽ നിന്ന് അവരായിട്ട് തന്നെ ഒഴിവാക്കിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം അവർക്ക് ഇപ്പോൾ വേണ്ടത്, നമുക്ക് അഗെയിൻ ലവേഴ്സ് കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. അവർക്ക് ഇപ്പോൾ വേണ്ടത് നിങ്ങളുമായിട്ട് ഒരുമിച്ചിട്ടുള്ള ഒരു ലൈഫിന്റെ സ്റ്റാർട്ടിംഗ് ആണ്. ഓക്കെ, അത് പുതിയ തുടക്കം അല്ലെങ്കിൽ ഒരു പുതിയ ഉണർവിലേക്ക് പോകണം. അവരിപ്പോൾ ആത്മാർത്ഥമായിട്ട് ഒരു ജീവിതത്തിനെ കൊതിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഇതുവരെ അവർക്കൊരു സീരിയസ്നെസ് ആയിട്ടുള്ള ഒരു മനോഭാവം ആയിരുന്നില്ല ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ. എന്നാൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിക്ക് എത്രയും വേഗം നിങ്ങളുമായിട്ടുള്ള ആ ഒരു ജീവിതം തുടങ്ങണം, നിങ്ങളുമായിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോകണം, നന്നായിട്ട് ജീവിക്കണം എന്നൊക്കെ ഒരു ചിന്ത അവരിലേക്ക് വന്നിട്ടുണ്ട്. അവരുടെ ചുറ്റിലും നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ചുറ്റും ജീവിക്കുന്ന മറ്റ് വ്യക്തികളുടെ ജീവിതങ്ങൾ കണ്ടിട്ടും അവരുടെ ഒരു സന്തോഷം ഒക്കെ കണ്ടിട്ട് തന്നെയായിരിക്കാം ആ ഒരു പേഴ്സൺ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങളെ മിസ് ചെയ്യുന്നത് പോലും. ഓക്കെ, അവരവരുടെ കാഴ്ചപ്പാടുകൾക്ക്, നമുക്ക് ഹാങ്ഡ് മാൻ ഓൾറെഡി വന്നായിരുന്നു, ന്യൂ വിഷൻ ആ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ കാഴ്ചപ്പാടുകൾക്കെല്ലാം തന്നെ പൂർണ്ണമായിട്ട് ഒരു വ്യക്തത, ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ട്. ഓക്കെ, പുതിയ രീതിയിലൊക്കെ ചിന്തിച്ചു തുടങ്ങാനായിട്ട് ആ ഒരു പേഴ്സൺ ഇപ്പോൾ തയ്യാറാകുന്നുണ്ട്. അവരുടെ ഒരു ഈഗോ എല്ലാം അവരിൽ നിന്ന് ഇറങ്ങി പോന്നിരിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവരിപ്പോൾ ചിന്തിക്കുന്നത്, നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും, ഒരു കിടക്കുന്ന വ്യക്തിനെ നമുക്കിവിടെ കാണുന്നുണ്ട്. അതിൽ നിന്നും അവർ ഉയർത്തെഴുന്നേൽക്കുകയാണ്. ഇതുവരെ ഉണ്ടായിരുന്ന ഒരു രീതിയിൽ നിന്നും അങ്ങനെ പോയാൽ പോരാ, മറ്റുള്ള സ്ഥലത്തേക്കൊന്നും നോക്കാതെ സ്വന്തം കാര്യം മാത്രം നോക്കി പോയിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ഇനി അങ്ങനെ പോരാ, ഇതിലൊക്കെ ഒരു പുതിയ വ്യക്തത വേണം ജീവിതത്തിൽ എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഒരു ന്യൂ വിഷൻ, പുതിയ രീതിയിലേക്ക് ജീവിതത്തിനെ നോക്കി കണ്ടിട്ട് അതിലൂടെ തന്നെ മുന്നോട്ടേക്ക് പോകാനായിട്ട് അവർ പൂർണ്ണമായിട്ടും മാറിക്കഴിഞ്ഞിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, അവരിപ്പോൾ ആഗ്രഹിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ സക്സസ് ആണ്. ഓക്കെ, അവർ ഈ ഒരു റിലേഷൻഷിപ്പ് ഏത് രീതിയിലാണോ സക്സസ് ആക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ എത്ര അറ്റം വരെ ഇതിനെ സക്സസ് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കും, അത്രത്തോളം ഈ ഒരു റിലേഷൻഷിപ്പിന്റെ സക്സസ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കാൾ കൂടുതൽ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവർക്ക് എല്ലാ രീതിക്കും ഒരു സക്സസ്, ഒരു സന്തോഷം, സമാധാനം, ഇതെല്ലാമാണ് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. കാരണം അവർക്ക് ഇതിന്റെ ഈ ഒരു വിഷമിപ്പിക്കുന്ന സിറ്റുവേഷൻ, ആ ഒരു ബർഡൻ ചുമന്നിട്ട് അവർക്ക് ഇനി വയ്യ. അവർക്ക് ഇനിയും ഈ ഒരു വിഷമവും കാര്യങ്ങളും ഒന്നും ചുമന്ന് മുന്നോട്ടേക്ക് പോകാൻ അവർ തയ്യാറല്ല. അവർക്ക് അതിലൊരു മാറ്റം വേണം, ഒരു പരിവർത്തനം വേണം എന്നൊരു ചിന്ത നിങ്ങളുടെ വ്യക്തി അവരായിട്ട് തന്നെയാണ് സ്വന്തം തീരുമാനം എടുത്തിരിക്കുന്നത്. ആരും അവരെ കമ്പൽ ചെയ്തിട്ട് അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്തിട്ടൊന്നും അല്ല മാറ്റിയിരിക്കുന്നത്. കാരണം നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് മറ്റൊരു പേഴ്സൺ വന്ന് സംസാരിച്ചിട്ട് മാറ്റാൻ പറ്റിയ ഒരു വ്യക്തിയല്ല. സ്വന്തം തീരുമാനങ്ങൾക്ക് വാല്യൂ കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടേത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് സ്വയം ഈ ബർഡൻ ചുമന്നിട്ട് അവർക്ക് മതിയായിട്ടുണ്ട്. അപ്പോൾ അവരായിട്ട് തന്നെയാണ് ഈ ഒരു സിറ്റുവേഷൻസിനെല്ലാം പൂർണ്ണമായിട്ടും ഒരു വ്യത്യാസം വേണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് ഒരു പേഷ്യൻസ് ഒക്കെ കൈവന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അവർക്ക് ഇതുവരെ ഒരു എന്താ പറയുക, ഒരു സമാധാനപരമായിട്ടുള്ള രീതിയിലൊന്നും കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ അറിയില്ലായിരുന്നു. ഭയങ്കര ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു നിങ്ങളുടേത്. എന്നാൽ ഈ സമയത്ത് അവർ ഒറ്റപ്പെട്ടു പോയ ആ ഒരു സമയത്ത് പൂർണ്ണമായിട്ടും അവർക്ക് ഈ മാറ്റങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവരിൽ ഒരു പേഷ്യൻസും വന്നിട്ടുണ്ട്, ക്ഷമാപണശീലം. അതുപോലെ എല്ലാ കാര്യങ്ങളെയും വളരെ സമാധാനത്തോടു കൂടി നേരിടാനും ഒക്കെ ഒരു പേഷ്യൻസ് നിങ്ങളുടെ വ്യക്തിക്ക് വന്നിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത് 10 ഓഫ് പെന്റക്കിൾസ് ആണ്. നിങ്ങളും ഒരുമിച്ചിട്ടുള്ള ഒരു ഫാമിലി ലൈഫ് തന്നെയാണ് ഈ ഒരു വ്യക്തി ഏറ്റവും കൂടുതലായിട്ട് ആഗ്രഹിച്ച് കൊതിച്ചു നിൽക്കുന്നത്. അവരുടെ ലൈഫിൽ അവരുടെ കരിയർ വൈസ് എല്ലാം അവർ വലിയ കുഴപ്പമില്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥയായിട്ട് തന്നെയാണ് നമുക്ക് കാണുന്നത്. വളരെയധികം നല്ല രീതിക്ക് തന്നെ അവരൊരു കരിയർ ഗ്രോത്ത് ഒക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി അവരുടെ ആവശ്യം എന്ന് പറയുന്നത് ആ ഒരു കരിയർ ഗ്രോത്ത് മാത്രമല്ല ജീവിതം. അവരുടെ ലൈഫ് പൂർണ്ണമാകണം എന്നുണ്ടെങ്കിൽ അവരെ സ്നേഹിക്കുന്ന, അവർ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അവരെ സ്നേഹിക്കുന്ന, പൂർണ്ണമായിട്ടും അവരെ മനസ്സിലാക്കുന്ന ആ ഒരു വ്യക്തി, അതായത് നിങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം എന്ന് തന്നെയാണ്. നിങ്ങളിപ്പോ ഒരു ഹസ്ബൻഡ് വൈഫ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളെയും അവരുടെ ആ ഒരു മക്കളെയും എല്ലാം മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയും കുടുംബവും അവരുടെ ജീവിതത്തിലേക്ക് എത്തിപ്പെടണം എന്നാണ് അവരുടെ മനസ്സിൽ ഇപ്പോൾ ഉള്ള ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു ചിന്ത. ആ ഒരു സന്തോഷം അവരിപ്പോൾ എൻജോയ് ചെയ്യുന്നുണ്ട്. ആലോചനകളിലൂടെയൊക്കെ അവർ എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം ഒറ്റപ്പെട്ടു പോയ ആ ഒരു സ്ഥലത്ത് 5 ഓഫ് കപ്സിന്റെ എനർജിയാണ്. അവരവരുടെ ജീവിതത്തിലേക്ക് ആ ഒരു ഒറ്റപ്പെട്ടു പോയ സമയത്ത് അവർ ഒരുപാട് ദുഃഖങ്ങളിലൂടെ മുന്നോട്ട് പോകേണ്ടതായിട്ട് വന്നു. അവരൊരു ഡിപ്രഷൻ സ്റ്റേജിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് അവർ അതിൽ നിന്ന് കരകയറി വരുന്നതേ ഉള്ളൂ.
ഓക്കെ. അവര് നിങ്ങളിൽ നിന്ന് മാറിപ്പോയപ്പോൾ അവർക്കൊരു ഭയങ്കരമായിട്ടുള്ളൊരു അഹങ്കാരമായിരുന്നു ഉണ്ടായിരുന്നത്. എവിടെ ചെന്നിട്ടുണ്ടെങ്കിലും മുന്നോട്ടേക്ക് പോകാൻ സാധിക്കും, അല്ലെങ്കിൽ സ്വന്തം കയ്യിൽ കാശുണ്ടായിരിക്കാം, കരിയർ വൈസ് അവര് ഹൈ ആയിരിക്കാം. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങളെന്ന് പറയുന്ന ഒരു പേഴ്സണെ വിട്ടിട്ട് പോകുമ്പോഴും ആ പോയ സമയത്തൊന്നും അവർക്കത് ബാധിച്ചിട്ടില്ല. അവര് ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെയാണ് പോയത്. പക്ഷെ പോയി നിന്ന സ്ഥലത്ത് യഥാർത്ഥമായിട്ടുള്ള സ്നേഹങ്ങളൊന്നും അവർക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചില്ല. ഓക്കെ. അവരുടെ ആ ഒരു മനസ്സ് കണ്ടിട്ട് അവരെ സ്നേഹിക്കാനായിട്ട് അവര് പോയ സ്ഥലത്ത് ആരും ഉണ്ടായില്ല. അവര് കരുതിയിരുന്നത് അങ്ങനെയൊന്നും അല്ല. എല്ലാവരും അവരുടെ കൂടെ ഉണ്ടാകും. നിങ്ങളില്ലെങ്കിലും ഒരു കുഴപ്പവും ഇല്ല. ഇതൊക്കെയായിരുന്നു ആ ഒരു പേഴ്സന്റെ ചിന്ത. പക്ഷെ അവര് പോയി നിന്ന സ്ഥലത്ത് അവർക്ക് അർഹമായിട്ടുള്ള സ്നേഹം അല്ലെങ്കിൽ അവർക്ക് ഒന്നും തന്നെ ലഭിച്ചില്ല. യഥാർത്ഥ സ്നേഹം അവർക്ക് അവിടെ നിന്ന് ലഭിച്ചില്ല. അവര് ഒരുപാട് നിങ്ങളുടെ സ്നേഹം അവരിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരുന്ന സമയത്ത് നിങ്ങളുടെ value അവര് കണ്ടില്ല. പക്ഷെ അവര് നിങ്ങളിൽ നിന്ന് മാറിയ സമയത്ത് മറ്റു പലരുടെയും സ്നേഹത്തിന് വേണ്ടിയിട്ട് അവര് കെഞ്ചി നിൽക്കേണ്ട ഒരു situation ഒക്കെ അവർക്ക് വന്നു. പക്ഷെ അവർക്ക് അവിടെ നിന്നും ആ ഒരു സ്നേഹം ലഭിച്ചില്ല. അങ്ങനെ വന്നപ്പോഴാണ് നിങ്ങളുടെ person നിങ്ങളുടെ ഒരു value ഏറ്റവും അധികം മനസ്സിലായിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് ആകപ്പാടെ ഒരു depression stage ലേക്ക് പോയിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. ഒരു clarity വന്നിരിക്കുന്ന സമയം, ഒരു പരിവർത്തനം നടക്കുന്ന സമയം, ഒരുപാട് struggle ചെയ്യേണ്ടതായിട്ട് അവർക്ക് വന്നു. അങ്ങനെയാ കാണുന്നത്. അവരിപ്പോൾ ആഗ്രഹിക്കുന്നത് ഈ ഒരു relationship ന്റെ കാര്യത്തില് ഒരു death and rebirth സംഭവിക്കണം. okay. ഇങ്ങനെ പോയാൽ പോരാ ഈ ഒരു relationship. ഈ ഒരു relationship ന്റെ കാര്യത്തില് പൂർണ്ണമായിട്ടും ഒരു rebirth സംഭവിച്ചേ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ ഒരു സന്തോഷം അനുഭവയോഗ്യമാവുകയുള്ളൂ. നിങ്ങൾക്ക് തന്ന ആ ഒരു വേദന അത് നിസ്സാരമായ ഒരു വേദനയല്ല. ഇപ്പോൾ ആ ഒരു വേദന താനും അനുഭവിക്കേണ്ടി വന്നു എന്നൊരു തിരിച്ചറിവാണ് അവരെ കൊണ്ട് ഇങ്ങനെ ചിന്തിപ്പിച്ചിരിക്കുന്നത്. okay. അപ്പൊ നിങ്ങളുടെ relationship ന്റെ കാര്യത്തില് പൂർണ്ണമായിട്ടും ഒരു rebirth ആണ് സംഭവിക്കാൻ പോകുന്നത്. പൂർണ്ണമായിട്ടും മറ്റൊരു വ്യക്തിയായിട്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരികയാണ്. അവർ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അർഹമായിട്ടുള്ള ആ ഒരു justice നിങ്ങൾക്ക് തരണം എന്ന് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ നിങ്ങൾക്ക് തരാതിരുന്ന ആ ഒരു സ്നേഹം അത് ഇനി നിങ്ങൾക്ക് ഒരു രീതിയിലും നിങ്ങളിൽ നിന്ന് മാറ്റിവെക്കാൻ സാധ്യമല്ല അവർക്ക്. അവർക്ക് അത്രത്തോളം നിങ്ങളെ miss ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് അർഹമായ നിങ്ങൾക്ക് ആ ഒരു നീതി നിങ്ങൾക്ക് തന്നേ പറ്റുള്ളൂ. കാരണം അത് universe ന്റെ ഒരു തീരുമാനമാണ് എന്നുള്ള ഒരു വ്യക്തത നിങ്ങളുടെ person ന് വന്നിട്ടുണ്ട്. നിങ്ങളിൽ നിന്ന് ഒരിക്കലും ഒളിച്ചോടി പോകുവാൻ, ഒളിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോകുവാൻ ഒരിക്കലും ഈ ഒരു വ്യക്തിക്ക് സാധിക്കില്ല. okay. ഇവരുടെ ഒരു ഉത്തരവാദിത്തം അല്ലെങ്കിൽ ഇവരുടെ ഒരു ജീവിത നിയോഗം എന്ന് പറയുന്നത് നിങ്ങളും ആ ഒരു person ഉമായിട്ടുള്ള ഒരു relationship നെ മുന്നോട്ട് നല്ല രീതിയിൽ നയിക്കുക എന്നുള്ളത് തന്നെയാണ്. okay. emotions നെ എല്ലാം control ചെയ്തിട്ട് നിങ്ങളുടെ ഒരു ജീവിതവുമായി മുന്നോട്ടേക്ക് നയിച്ച് പോവുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ഒരു നിയോഗമായിട്ട് കാണുന്നത്. ആ ഒരു വ്യക്തത നിങ്ങളുടെ person എന്തായാലും ഈ ഒരു സമയത്ത് വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം അവർ universe ഉമായിട്ട് ഒരുപാട് connect ആവുന്നുണ്ട് ഈ ഒരു time ല്. അങ്ങനെയാണ് അവർക്ക് തിരിച്ചറിവുകൾ വന്നു തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളിലേക്ക് ഒരു നീതിയുമായിട്ട് തന്നെ വരണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. നമുക്കിവിടെ 8 of swords വന്നിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു person ന്റെ കൂടെ ഇപ്പൊ ഇല്ലാത്ത ഈ ഒരു situation ല് ഇപ്പോൾ നിങ്ങൾ ആ ഒരു gap ഇട്ട് നിൽക്കുന്ന ഈ ഒരു അവസ്ഥയിൽ അവർ ഒരുപാട് overthink ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഭയങ്കരമായിട്ട് അവർ വിഷമിക്കുന്നുണ്ട്. അവരുടെ മനസ്സിനെ അവർക്ക് പോലും control ചെയ്യാൻ സാധിക്കുന്നില്ല. ഈ ഒരു സമയത്ത് അവർക്ക് അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും മറ്റൊരു വ്യക്തികൾ പോലും അവരുടെ കൂടെ ഈ സമയത്ത് ഇല്ല. അവർ തീർത്തും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാ കാണുന്നത്. അവർക്ക് രാത്രി എന്നോ പകലെന്നോ ഇല്ലാതെ ഈ ഒരു കാര്യത്തിന് മേൽ അവർ ഒരുപാട് വേദനിക്കുന്നുണ്ട്. നിങ്ങളെ ഓർത്ത് നിങ്ങളിപ്പോ ഒരു family ആയിട്ട് മുന്നോട്ട് പോകുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ കുട്ടികളെ എല്ലാവരെയും ഓർത്തിട്ട് അവർക്ക് വേദനയുണ്ട്. നിങ്ങൾ lovers ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കുറിച്ചിട്ട് ഓർത്തിട്ട്. okay. അപ്പൊ ഈ ഒരു time ല് നിങ്ങളുടെ വ്യക്തി പൂർണ്ണമായിട്ടും ഇതിനൊക്കെ ഒരു മാറ്റം വേണം എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ അവർക്ക് കൊടുത്തിരുന്ന ആ ഒരു സ്നേഹം കാണാതെ പോയ വ്യക്തികൾ ആയതുകൊണ്ട് തന്നെ ഈ ഒരു കാലമായിട്ട് അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു ശിക്ഷയാണിത്. ഇപ്പോൾ അവരുടെ situation എന്ന് പറയുന്നത് അവര് invest ചെയ്തിട്ട് നിങ്ങളിലേക്ക് ഒരു സ്നേഹവും കാര്യങ്ങളും ഒക്കെ invest ചെയ്തിട്ട് അവര് നിങ്ങൾക്ക് വേണ്ടിയിട്ട് wait ചെയ്യുകയാണ്. അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാനുള്ള ഒരു തയ്യാറെടുപ്പ്. ഒറ്റയടിക്ക് നിങ്ങളിലേക്ക് വരാനായിട്ട് ആ ഒരു വ്യക്തി തയ്യാറായിട്ടില്ല. കാരണം അവർക്ക് നിങ്ങളിലേക്ക് വരാനായിട്ട് ഒരു ചമ്മല്, ജാള്യത എല്ലാം അവരുടെ ഉള്ളിലുണ്ട്. കാരണം ഇത്രത്തോളം ഭയങ്കരമായിട്ട് show off കാണിച്ച് നിങ്ങളുടെ life ൽ നിന്ന് പോയ വ്യക്തികളാണ് അവര്. അപ്പൊ പെട്ടെന്ന് നിങ്ങളിലേക്ക് കുറച്ച് ego യും കൂടിയുള്ള വ്യക്തികളായതുകൊണ്ട് തന്നെ എങ്ങനെ വരണം എന്ന് അവർക്ക് ഭയങ്കരമായിട്ട് അവരെ ചിന്ത കുഴപ്പത്തിലാക്കുന്നുണ്ട്. അപ്പൊ അവര് നിങ്ങളിലേക്ക് പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഇപ്പോൾ അവര് നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടിയിട്ട് wait ചെയ്യാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത്.
ഇത്രയും നാൾ നിങ്ങൾ അവരുടെ സ്നേഹത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ സ്നേഹം, ആ ഒരു സ്നേഹം അവർക്ക് യഥാർത്ഥമായിട്ട് അല്ലെങ്കിൽ മുഴുവനായിട്ട് തന്നെ തിരിച്ചു കിട്ടാൻ എന്ത് റിസ്ക്കും അവർ എടുക്കാൻ തയ്യാറാണ്. നിങ്ങളിൽ പല വ്യക്തികളും ഒരുപാട് അവരുടെ പുറകെ ചേസ് ചെയ്ത് പോയി തോറ്റുപോയ ഒരു അവസ്ഥ വരെ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ മനസ്സ് എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് പൂർണ്ണമായിട്ടും ഒരു മരിച്ച അവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ഒരു പക്ഷേ നിങ്ങളിൽ പല വ്യക്തികളുടെ അടുത്തേക്ക് ഈ ഒരു പേഴ്സൺ തിരിച്ചു വന്ന് തുടങ്ങിയിട്ടുണ്ടായിരിക്കാം. ഒരു മെസ്സേജോ കോളോ ഏതെങ്കിലും രീതിയിൽ എത്തിയിട്ടുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഇപ്പോൾ ഒരു ഡെഡ് ആയി നിൽക്കുന്ന ലൈനിലാണ് നിൽക്കുന്നത്. കാരണം ഇത്രത്തോളം വേദനകൾ നിങ്ങൾ സഹിച്ചത് കൊണ്ട് നിങ്ങൾക്ക് അത് ആസ്വദിക്കാൻ സാധിക്കുന്നില്ല. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ എന്ത് തന്നെയായാലും നിങ്ങളുടെ ആ ഒരു മനസ്സ് മാറി അവരിലേക്ക് പൂർണ്ണമായിട്ട് എത്തുന്ന ആ ഒരു ദിവസത്തിന് വേണ്ടി കാത്തു നിൽക്കാൻ തയ്യാറായിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ. അവരതിന് റിസ്ക് എടുത്തല്ല, നിങ്ങളിൽ നിന്ന് ആ ഒരു സ്നേഹം പൂത്ത് തളിർത്ത് അവരിലേക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് അവരായിട്ട് തന്നെ നിങ്ങളെ സംരക്ഷിച്ച് നിങ്ങളുടെ കൂടെ തന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടാകണം എന്ന് തന്നെയാണ് അവരുടെ മനസ്സിലെ ഇപ്പോഴത്തെ ചിന്ത എന്ന് പറയുന്നത്. 6 ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ ഈ ഒരു എന്താ പറയാ ഒരു ഇളകി മറിയുന്ന ഒരു അന്തരീക്ഷം, നിങ്ങളുടെ മനസ്സും ആകപ്പാടെ കലുഷിതമാണ്. നിങ്ങളുടെ പേഴ്സണും ഒരുപാട് ഡിപ്രസ്ഡ് ആണ്. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടി ചേർന്നിട്ടുള്ള ഈ ഒരു സിറ്റുവേഷൻ പൂർണ്ണമായിട്ടും മാറിയേ പറ്റുകയുള്ളൂ എന്നൊരു ചിന്തയിൽ അവർ മറ്റൊരു രീതിയിലേക്ക് പൂർണ്ണമായും അവരുടെ മനസ്സിനെ മാറ്റിയിട്ട് നല്ല പൂർണ്ണമായിട്ടുള്ള ഒരു സമാധാനപരമായ അന്തരീക്ഷത്തിലേക്ക് അവരുടെ ആ ഒരു ജീവിതമാകുന്ന തോണി തുഴഞ്ഞ് അവർ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അങ്ങനെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ വ്യക്തിക്ക് ഒരുപാട് ചേഞ്ചസ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് 8 ഓഫ് wands വന്നിട്ടുണ്ട്. വളരെ ഫാസ്റ്റ് എനർജിയാണ് 8 ഓഫ് wands എന്ന് പറയുന്നത്. ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ എത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ. അങ്ങനെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത് ന്യൂ ബിഗിനിങ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഫുൾ കാർഡ് വന്നിട്ടുണ്ട്. ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് വരണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ. അതുപോലെ തന്നെ നമുക്കിവിടെ സെലിബ്രേഷൻ കാർഡാണ് വന്നിരിക്കുന്നത്. ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ എത്രയും വേഗം നിങ്ങളുമായിട്ട് ചേർന്നിട്ട് ഒരു ന്യൂ സെലിബ്രേഷൻ, ഒരു ആഘോഷം, നിങ്ങളിപ്പോൾ മാരേജിന് വേണ്ടിയിട്ടൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ അവർ ആഗ്രഹിക്കുന്നത് എത്രയും വേഗം നിങ്ങളിലേക്ക് വന്നിട്ട് ഒരു മാരേജ് സെറമണി, നിങ്ങളെ വിവാഹം കഴിക്കണം എന്ന് തന്നെയാണ് ആ ഒരു വ്യക്തിയുടെ മൈൻഡിലൊക്കെ ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ ഒരുപാട് ചേഞ്ചസ് സംഭവിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ ഇന്നത്തെ സ്പ്രെഡിൽ കിട്ടിയിരിക്കുന്നത്. അവരുടെ ക്യാരക്ടറിലൊക്കെ ഒത്തിരി മാറ്റങ്ങൾ വന്നിരിക്കുന്നു. ഈ ഒരു ബർഡനുമായിട്ട് മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് അവർ ഒരു പുതിയ ഒരു വിഷനിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ അവരുടെ ലൈഫിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്ന രീതിയിലുള്ള ഏതൊക്കെ നെഗറ്റീവ് പീപ്പിൾസ് ഉണ്ടെങ്കിലും അത് ആരൊക്കെയാണെങ്കിലും ആ ഒരു സിറ്റുവേഷനെ എല്ലാം ഉപേക്ഷിക്കാൻ നിങ്ങളുടെ വ്യക്തി തയ്യാറായിട്ടുള്ളതായിട്ടാണ് നമുക്ക് കാണുന്നത്. ഓക്കെ. അതുപോലെ അവരിൽ ഒരു ഷെയറിംഗ് മെന്റാലിറ്റി, അതുപോലെ തന്നെ അവർക്കൊരു സ്നേഹം, പേഷ്യൻസ് എല്ലാം കൈവന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ. അപ്പോ ഇതാണ് നമുക്ക് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്ക് റെസൊനേറ്റ് ആയി എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് എൻ്റെ അടുത്ത് എടുക്കണം എന്ന ആഗ്രഹമുണ്ട് എങ്കിൽ ഞാൻ ഇതിന്റെ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ്റെ വാട്സപ്പ് നമ്പർ ഷെയർ ചെയ്ത് തരുന്നതാണ്. അതിൽ നിങ്ങൾ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും നാളെ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഒരുപാട് നന്ദി.